ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രമുഖ ചരിത്ര പണ്ഡിതനും അധ്യാപകനും എഴുത്തുകാരനുമായിരുന്ന MGS നാരായണന് വിട. കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ BJP നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല. ഇന്ത്യ നേരിടുന്ന സാമൂഹിക അസമത്വങ്ങൾക്കും സാമ്പത്തിക തകർച്ചയ്ക്കും പരിഹാരമായി സോഷ്യലിസത്തിലൂന്നിയ പുതിയ സാമ്പത്തിക നയങ്ങൾക്ക് രൂപം നൽകണമെന്ന് പ്രൊഫസർ ആനന്ദകുമാർ. ദേശീയ പണിമുടക്കിന് മുന്നോടിയായി കോഴിക്കോട് സംയുക്ത ട്രേഡ് യൂണിയൻ സർവീസ് സംഘടനാ സമിതിയുടെ കൺവെൻഷൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പ്രമുഖ ചരിത്ര പണ്ഡിതനും അധ്യാപകനും എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായിരുന്ന ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. പ്രായാധിക്യത്തെ തുടർന്നുള്ള അസുഖങ്ങളാൽ വിശ്രമ ജീവിതം നയിക്കവെയായിരുന്നു MGS നാരായണന്റെ വിയോഗം. ഇന്ത്യൻ അക്കാഡമിക ചരിത്ര മേഖലകളിൽ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്ന MGS ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ മുൻ അധ്യക്ഷൻ കൂടിയായിരുന്നു. മലപ്പുറം പരപ്പനങ്ങാടി മുറ്റായിൽ നാരായണി അമ്മയുടെയും ഡോക്ടർ PK ഗോവിന്ദമേനോന്റെയും മകനായി 1932 ഓഗസ്റ്റ് 20-നാണ് MGS ജനിച്ചത്. പരപ്പനങ്ങാടിയിലും പൊന്നാനി AV സ്കൂളിലും പ്രാഥമിക വിദ്യാഭ്യാസവും ഹൈസ്കൂൾ പഠനവും പൂർത്തിയാക്കിയ ശേഷം കോഴിക്കോട് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിലും ഫറൂഖ് കോളേജിലും തൃശൂർ കേരളവർമ്മ കോളേജിലും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും ഉന്നത ബിരുദാനന്തര പഠനങ്ങൾ പൂർത്തിയാക്കി. 1ാം റാങ്കോടെ ചരിത്രത്തിൽ മാസ്റ്റർ ബിരുദം നേടിയ ശേഷം 22ാമത്തെ വയസ്സിൽ ഗുരുവായൂരപ്പൻ കോളേജിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 28ാമത്തെ വയസ്സിൽ UGC ഫെലോഷിപ്പിൽ യൂണിവേഴ്സിറ്റിയിൽ ചരിത്ര ഗവേഷണം ആരംഭിച്ചു. ഡോക്ടറേറ്റ് ലഭിച്ചതിനു ശേഷം കേരള സർവകലാശാലയുടെ കോഴിക്കോട് പഠന കേന്ദ്രത്തിൽ ചരിത്ര വിഭാഗം അധ്യാപകനായി. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി യൂണിവേഴ്സിറ്റികളിലും വിസിറ്റിംഗ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. മലാപ്പറമ്പിലുള്ള മൈത്രി എന്ന വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽപ്പെട്ടവർ അന്തിമോപചാരം അർപ്പിച്ചു. പ്രേമലതയാണ് ഭാര്യ. ഇന്ത്യൻ എയർഫോഴ്സ് സ്ക്വാഡ്രൺ ലീഡർ N വിജയകുമാർ, ബംഗളൂരുവിൽ ഡാൻസറായ N വിനയ എന്നിവരാണ് മക്കൾ. സംസ്കാരം വൈകിട്ടോടെ മാവൂർ റോഡ് സ്മൃതി പഥത്തിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ BJP നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കോഴിക്കോട് DCC ഓഫീസിൽ ചരിത്ര സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് DCC ഓഫീസിൽ മഹാത്മാഗാന്ധി സ്കൂൾ ഓഫ് പൊളിറ്റിക്കൽ സ്റ്റഡീസ് പ്രവർത്തന സജ്ജമായി. ഉദ്ഘാടനം മഹാത്മാഗാന്ധിയുടെ പ്രപൗത്രൻ തുഷാർ ഗാന്ധി നിർവഹിച്ചു. തുടർന്ന് നടന്ന ചരിത്ര സെമിനാർ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ചരിത്രത്തെ വക്രീകരിക്കുന്ന നരേന്ദ്രമോദി 2014-ലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന മട്ടിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മലയാളി പ്രസിഡന്റ് സർ ചേറ്റൂർ ശങ്കരൻ നായർക്ക് മഹാത്മാഗാന്ധിയുടെ ചില അഭിപ്രായങ്ങളോട് വിയോജിപ്പുണ്ടായിരുന്നുവെന്നും ഇത് പെരുപ്പിച്ചു കാട്ടി കോൺഗ്രസിനെ ദുർബലപ്പെടുത്താമെന്നാണ് BJP വ്യാമോഹിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 2014 ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇന്ത്യ ഭരിക്കുന്നത്. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള 1947 ഓഗസ്റ്റ് 15-ാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷെ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയും അവരുടെ നേതാക്കളും വിശ്വസിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 2014 മോഡി വന്ന ശേഷമാണ്. അതുകൊണ്ടാണ് അവർ പഴയ ചരിത്രത്തെ മുഴുവൻ തമസ്കരിക്കാൻ ശ്രമിക്കുന്നത്. നെഹ്റുവിനെ തമസ്കരിക്കുന്നു, ഗാന്ധിയെ തമസ്കരിക്കുന്നു.
സ്വാതന്ത്ര്യ സമരത്തെ വക്രീകരിക്കുന്നത് ചരിത്രത്തിന്റെ താളുകൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള നിലയിലേക്ക് വളച്ചൊടിക്കുന്ന കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. പരിപാടിയിൽ DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP, ഹമീദ് ചേന്നമംഗല്ലൂർ, PM നിയാസ്, K ജയന്ത്, K ബാലനാരായണൻ, KP ബാബു, നിജേഷ്, അരവിന്ദ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യ നേരിടുന്ന സാമൂഹിക അസമത്വങ്ങൾക്കും സാമ്പത്തിക തകർച്ചയ്ക്കും പരിഹാരമായി സോഷ്യലിസത്തിലൂന്നിയ പുതിയ സാമൂഹിക സാമ്പത്തിക നയങ്ങൾക്ക് രൂപം നൽകണമെന്ന് സോഷ്യലിസ്റ്റ് ചിന്തകൻ പ്രൊഫസർ ആനന്ദ് കുമാർ. കോഴിക്കോട്ട് നടന്ന സോഷ്യലിസ്റ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ 90-ാം വാർഷികത്തിന്റെയും സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അവസാന സമ്പൂർണ്ണ ദേശീയ സമ്മേളനത്തിന്റെ 50-ാം വാർഷികത്തിന്റെയും ഭാഗമായി കോഴിക്കോട്ട് ദേശീയ സോഷ്യലിസ്റ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. സോഷ്യലിസ്റ്റ് ചിന്തകൻ പ്രൊഫസർ ആനന്ദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അരനൂറ്റാണ്ടിലേറെയായി രാജ്യം പുതിയൊരു ചിന്താഗതി മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും 1990 മുതൽ 30 വർഷക്കാലം മുതലാളിത്തം പരാജയമാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. ഉദാരവൽക്കരണത്തിന്റെയും ആഗോളവൽക്കരണത്തിന്റെയും നയങ്ങൾ വഴി രാജ്യത്തിന് പുരോഗതി കൈവരിക്കാനായിട്ടില്ല. ഊർജം, സാമ്പത്തിക സ്ഥിതി, പരിസ്ഥിതി, വിദ്യാഭ്യാസം എന്നീ 4 സുപ്രധാന മേഖലകളിലും രാജ്യത്തിന് ശാശ്വത പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സാഹചര്യത്തിൽ രാജ്യത്തിന് പുതിയൊരു സാമൂഹിക സാമ്പത്തിക അജണ്ട ആവശ്യമായി വന്നിരിക്കുകയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. And what is the condition of the world system? There has been a gathering of all countries of the world in the United Nations. They have come to a consensus that globalization, liberalization and privatization cannot solve the most basic problems of human family. We have given them 30 years from 1990s to 2020s. പരിപാടിയിൽ പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ SP ഉദയകുമാർ, നാരായൺ ദേശായി, അപ്പ സാഹബ്, MV ശ്രേയാംസ് കുമാർ, P വാസു, മനയത്ത് ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദേശീയ പണിമുടക്കിന് മുന്നോടിയായി സംയുക്ത ട്രേഡ് യൂണിയൻ സർവീസ് സംഘടനാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ ചേർന്നു. LDF ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. സംയുക്ത ട്രേഡ് യൂണിയൻ സർവീസ് സംഘടനാ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ദേശീയ പണിമുടക്കിന് മുന്നോടിയായി മെയ് 20 വരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് കൺവെൻഷനിൽ ചർച്ച ചെയ്തു. LDF ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ വികാര വിചാരങ്ങളെ പരിപൂർണമായി അടിച്ചാക്ഷേപിക്കുകയും തകർക്കുകയും ചെയ്യുന്ന ഏറ്റവും ആപൽക്കരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ വികാരങ്ങളും അവരുടെ ആവശ്യങ്ങളും ഉന്നയിച്ചാൽ അത് കാതുകൂർപ്പിച്ചുകൊണ്ട് കേൾക്കാനും അതിന് മറുപടി പറയാൻ പോലും തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, പുച്ഛമായ സ്വരത്തിലാണ് ഇന്ത്യയുടെ ഭരണകൂടവും അതിനെ നിയന്ത്രിക്കുന്നത്. രാജ്യത്തുണ്ടാകുന്ന ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയുടെ കാലത്തുണ്ടായ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ ചോരയും നീനും ഉണ്ടാക്കിയ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോ സമയങ്ങളിൽ ലാഭകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ മുതലാളി വർഗത്തിന് വേണ്ടി അത് റെയിൽവേ ആയാലും LIC ആയാലും എന്നുവേണ്ട ഏത് മേഖലയാണെങ്കിലും ആർക്കാണോ ലാഭം കൈയാക്കുന്നത്, ഏത് മുതലാളിയാണോ വാങ്ങാൻ തയ്യാറാവുന്നത്, ആ മുതലാളിക്ക് കിട്ടുന്ന വിലക്ക് കൊടുത്തു ഈ രാജ്യത്തെ തൊഴിലാളി ദ്രോഹ നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. AITUC ജില്ലാ സെക്രട്ടറി PK നാസർ അധ്യക്ഷനായിരുന്നു. PK മുകുന്ദൻ, മനയത്ത് ചന്ദ്രൻ, PV മാധവൻ, P സജിത് കുമാർ, PK സന്തോഷ് എന്നിവരും സംസാരിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ സർവീസ് സംഘടനാ പ്രതിനിധികളും കൺവെൻഷനിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ AC ഷോപ്പിംഗ് അത്ര ബുദ്ധിമുട്ട് മറ്റൊരു കാര്യത്തിലില്ലാട്ടോ. ടെക്നോളജി ഇങ്ങനെ മാറി മാറി വരുമ്പോ AC വാങ്ങാൻ ഇനിയുള്ള കാലത്ത് എക്സ്പെർട്ടിനെ കൊണ്ടേ നടക്കൂ. നല്ലോണം വില വെച്ചണം, അല്ലെങ്കിൽ സ്റ്റോറി വല്ല പരിചയക്കാരും ഉണ്ടെങ്കിലേ വില കുറച്ച് കിട്ടിയാ കിട്ടി. വിലക്കുറവ് നോക്കി ഓരോ ഷോപ്പിലും കയറി ഇറങ്ങണം. EMI, വാറണ്ടി, ഡിസ്കൗണ്ട് ഇതൊക്കെ ഒപ്പിച്ചു കഴിഞ്ഞാലോ AC ഇൻസ്റ്റാൾ ചെയ്യാൻ
പിന്നെയും ദിവസങ്ങളുടെ കാത്തിരിപ്പ്. അതിനല്ലേ മൈജിയുടെ ടേക്ക് ഇറ്റ് AC പോളിസി. ഏറ്റവും പുതിയ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോ ക്ലീൻ ACകൾ ഉപയോഗത്തിനനുസരിച്ച് 40% മുതൽ 120% ടൺ വരെ മാറ്റാൻ സാധിക്കുന്ന കൺവേർട്ടബിൾ ACകൾ, വൈഫൈ കൺട്രോൾ ACകൾ തുടങ്ങി വിവിധ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ കളക്ഷനുകളും ഒപ്പം ഫ്രീ ഇൻസ്റ്റാളേഷനും എല്ലാ ACകൾക്കും 5 വർഷം വരെ അധിക വാറണ്ടിയും മികച്ച എക്സ്പെർട്സിന്റെ സേവനവും തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് 51% വരെ ഡിസ്കൗണ്ടും എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും കൂടാതെ ദിവസേന ചെറിയൊരു തുക മാറ്റിവെച്ച് മാസാവസാനം അടയ്ക്കാൻ സാധിക്കുന്ന സൂപ്പർ EMI പ്ലാനുകളും വിവിധ ബാങ്കുകളുടെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളിൽ ലഭ്യമാകുന്ന അനേകം ഫിനാൻസ് ഓപ്ഷനുകളും ക്യാഷ് ബാക്ക് ഓഫറുകളും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ ഇപ്പോൾ ലഭ്യമാണ്. ഇതിലും വലുത് ആര് നൽകിയാലും ലൈഫ് ടൈം സെറ്റിൽമെന്റ്. Mighty Future. Experience the next. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലോക നൃത്ത ദിനത്തിൽ തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈന് ശ്രദ്ധാഞ്ജലിയായി തൗരിത്രിക എന്ന നൃത്ത പരിപാടി സംഘടിപ്പിക്കുന്നു. ചിദംബരം ഡാൻസ് അക്കാദമി ഒരുക്കുന്ന പരിപാടി ഏപ്രിൽ 29 കോവൂർ P. കൃഷ്ണപിള്ള ഹാളിലാണ് അരങ്ങേറുക. നമ്മൾ പറഞ്ഞു തന്നെ പറച്ചിലാണ്. അപ്പൊ അത് പറയണം, പറഞ്ഞു ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞു ഒരു മെഡിറ്റേഷൻ ലെവലിലേക്ക് എത്തിക്കേണ്ട ഒരു സാധനം. കോവൂർ P. കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 5 നടക്കുന്ന തൗര്യത്രിക നൃത്ത പരിപാടിയിൽ പ്രശസ്ത സിനിമാ നാടക നടി KPSC ലീല ഉൾപ്പെടെ കലാസാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖ വ്യക്തികളെ ആദരിക്കും. ഗിരിധർ കൃഷ്ണയുടെ നൃത്ത സംവിധാനത്തിൽ ഡോക്ടർ സിന്ധു പുഴയ്ക്കൽ, ഹരിദാസ് രാഘവ് ഉൾപ്പെടെയുള്ള പ്രശസ്ത കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഹിന്ദി, ഉറുദു കാവ്യാലാപനങ്ങളുടെയും തബലയുടെ താളത്തിന്റെയും പശ്ചാത്തലത്തിൽ ഉസ്താദ് സക്കീർ ഹുസൈനുള്ള ഷയാരി ശ്രദ്ധാഞ്ജലി നൽകും. സാഹിബിന്റെ പേഷ്കാർ, കായത, ഗത്ത്, ചക്ര എന്നീ ക്രമത്തിൽ പെർഫോം ചെയ്തിട്ട് ഇന്ന് തബല എന്ന മാധ്യമത്തെ ഏറ്റവും പോപ്പുലറാക്കിയ ഒരു വ്യക്തിയാണ് സാഹിബ്. ഒരു ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈയിടെ അന്തരിച്ച പ്രശസ്ത കഥക് നർത്തകി പത്മശ്രീ കുമുദിനി ലാഖിയെ നൃത്തത്തിലൂടെ അനുസ്മരിക്കും. തബല വാദനത്തിൽ ഗിന്നസ് റെക്കോർഡ് ജേതാവായ സുധീർ കടലുണ്ടിയോടൊപ്പം വാദ്യകലാകാരന്മാരും പ്രശസ്ത ഗായകരായ അനാമിക ജയം, കലാവതി എന്നിവരും തൗര്യത്രികയിൽ പങ്കാളികളാകും. എല്ലാവരും നിരാശപ്പെടുത്താതെ വളരെ വൃത്തിയായിട്ട് തന്നെയാണ് എല്ലാവരും. പരിപാടിയിൽ PV ചന്ദ്രൻ, ദീദി ദാമോദരൻ, ഷർഗ എന്നിവരും സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ ചിദംബരം ഡാൻസ് അക്കാദമി ഡയറക്ടർ ഗിരിധർ കൃഷ്ണ, ഗിന്നസ് റെക്കോർഡ് ജേതാവ് സുധീർ കടലുണ്ടി, സിന്ധു പുഴയ്ക്കൽ, ഹരിദാസ് രാഘവ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാട്ടിലെ വികസനം അടയാളപ്പെടുത്തി പാലവും റോഡും ആശുപത്രിയും സ്കൂളും ചിത്രങ്ങളായി ക്യാൻവാസിൽ തെളിഞ്ഞു. വികസന വരകൾ എന്ന പരിപാടിയുടെ ഭാഗമായി നടന്ന സമൂഹ ചിത്രരചനയിലാണ് ചിത്രകാരന്മാർ നാടുമാറിയതിന്റെ വിവിധ കാഴ്ചകൾ വർണ്ണങ്ങൾ കൊണ്ട് ഒരുക്കിയത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിലെ തദ്ദേശ കേന്ദ്രങ്ങളിലാണ് വികസന വരകൾ എന്ന പേരിൽ സമൂഹ ചിത്രരചന സംഘടിപ്പിക്കുന്നത്. നഗരസഭാ പരിധിയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ, ചിത്രകലാ അധ്യാപകർ, പ്രാദേശിക ചിത്രകാരന്മാർ എന്നിവരാണ് സമൂഹ ചിത്രരചനയുടെ ഭാഗമായത്. ജില്ലയിലെ വിവിധ തദ്ദേശ കേന്ദ്രങ്ങളിലായി ഏപ്രിൽ 29 വരെയാണ് വികസന വരകൾ സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെയും തദ്ദേശ തലങ്ങളിലെയും വികസന നേട്ടങ്ങൾ ക്യാൻവാസിൽ ചിത്രീകരിക്കും. മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും പങ്കെടുക്കുന്നവർക്കെല്ലാം ഈ സർട്ടിഫിക്കറ്റുകളും നൽകും. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കൊയിലാണ്ടി നഗരസഭാ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാട്ട് നിർവഹിച്ചു. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അത് മുഴുവനായും ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള ഒരുപാട് പരിപാടികൾ ഇതിന്റെ ഭാഗമായിട്ട് നടന്നു വരികയാണ്. നമുക്കിവിടെ നമ്മുടെ അതിന്റെ ഭാഗമായിട്ട് വികസന വര എന്ന പേരിൽ സർക്കാരിന്റെ വികസനങ്ങളെ കാണിക്കുന്ന ചിത്രങ്ങളിലൂടെ കാണിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് K. സത്യൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ സ്ഥിരം സമിതി അംഗങ്ങളായ K. ഷിജു, നിജില പറവക്കൊടി, C. പ്രജില, കൗൺസിലർ A. ലളിത, ജില്ലാ ആസൂത്രണ സമിതി അംഗം A. സുധാകരൻ, BRC പന്തലായനി ചിത്രകലാ അധ്യാപിക സുലേഖ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി.
മതഭീകരതയ്ക്കെതിരെ പ്രതിഷേധം അറിയിച്ച് ഹനുമാൻ സേന ഭാരത്. കോഴിക്കോട് കിഡ്സൺ കോർണറിൽ പാക് പ്രധാനമന്ത്രിയുടെ കോലവും പാകിസ്ഥാൻ പതാകയും കത്തിച്ചു. ഹനുമാൻ സേന ഭാരതിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കിഡ്സൺ കോർണറിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ ഇന്ത്യയെ കുരുതിക്കളമാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. ഹനുമാൻ സേന ഭാരത് ചെയർമാൻ AM ഭക്തവത്സലൻ, വടകര വിജയൻ, സുന്ദരൻ, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മാതാവായി കാണുന്ന കോടിക്കണക്കിന് ദേശഭക്തർ ഈ ഭാരതത്തെ, ഈ മണ്ണിനെ അമ്മയായി കാണുന്നു. ആ അമ്മയായി കാണുന്ന ആ ജമ്മു കാശ്മീരിനെ വീണ്ടും അവിടെ കലാപ കലുഷിതമാക്കാൻ നോക്കുന്ന ഭീകരരുടെ കൈകൾ വെട്ടിയെറുക്കാനാണ് ഹനുമാൻ സേന രംഗത്തിരിക്കുന്നത്. മുരളീധര സ്വാമികൾ മുഖ്യപ്രഭാഷണം നടത്തി. അനിൽജിത്ത്, ശ്യാമള തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൗതുക കാഴ്ചകളുമായി സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ഇതാ നിങ്ങളിലേക്കും. ഫറോക്ക് മല്ലിക തിയേറ്ററിന് സമീപമുള്ള മലബാർ ടൈൽസ് ഗ്രൗണ്ടിലെ പ്രദർശനത്തിൽ ടണൽ അക്വേറിയം, കാശ്മീർ താഴ്വാരം, ജംഗിൾ, വിദേശ അലങ്കാര പക്ഷികൾ, ഓമന മൃഗങ്ങൾ, മത്സ്യകന്യകമാർ, ഫുഡ് കോർട്ട്, വിപണന സ്റ്റാളുകൾ, അമ്യൂസ്മെന്റ് പാർക്ക്, കുതിര സവാരി, ഒട്ടക സവാരി എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ദിവസവും വൈകിട്ട് 4 മണി മുതൽ 9:30 വരെയാണ് പ്രദർശനം. ജീവകാരുണ്യ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിനായി നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ സംഘടിപ്പിച്ചത്. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഓ തന്നെ, പക്ഷെ എങ്ങനെ മച്ചു വരും കൈയോടെ വരണത്? എങ്കിലൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ, അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കുന്നു മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കട്ടാ വർക്കിച്ച ആ സാധനം ഇറക്കി. കോഴിക്കോട് ബീച്ചിൽ 28 മുതൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സംഗീത കൂട്ടായ്മയായ വാർമുകിൽ ഈദും വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. തെരുവ് ഗായകരായ ബാബുവിനും ലതയ്ക്കും ചടങ്ങിൽ വെച്ച് ആദരം നൽകി. നിരവധി ഗായകർ പങ്കെടുത്ത ഗാനപരിപാടിയും അരങ്ങേറി. നാല് വർഷങ്ങൾക്ക് മുൻപ് മാനാഞ്ചിറ പരിസരങ്ങളിൽ സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിരുന്ന തെരുവ് ഗായകരായ മാവൂരിലെ ബാബു ശങ്കർ, പത്നി ലത എന്നിവർക്ക് ക്യാഷ് അവാർഡുകൾ നൽകി ആദരിച്ചു. മുഖ്യാതിഥിയായി പങ്കെടുത്ത പ്രശസ്ത ഗായകൻ IP സിദ്ദിഖ് ഇരുവരെയും പൊന്നാടയണിയിച്ചു. വാർമുകിൽ ചെയർമാൻ AV റഷീദ് അലി അധ്യക്ഷനായിരുന്നു. ശരത് കാലിക്കറ്റ്, ശശികുമാർ, ബിന്ദു സുനിൽ, സുനിൽ കക്കോത്ത്, റീജ സക്കീർ ഹുസൈൻ എന്നിവരും സന്നിഹിതരായി. ജനറൽ കൺവീനർ മുഹമ്മദ് അസ്ലം, രാധിക റാവു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജമ്മു കാശ്മീരിലെ വിനോദസഞ്ചാരത്തെയും വികസനത്തെയും തടയിടാൻ ലക്ഷ്യമിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങളെ ഉന്മൂലനം ചെയ്യുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതായി വിവിധ സംഘടനകൾ. ഷവലിയാർ CE ചാക്കുണ്ണിയുടെ അധ്യക്ഷതയിലാണ് കോഴിക്കോട്ട് വിവിധ വ്യാപാര സംഘടനകൾ യോഗം ചേർന്നത്.
വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും പാകിസ്ഥാനിൽ നിന്നും പ്രമുഖ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ നേടാൻ കഴിഞ്ഞത് ഭാരതത്തിന്റെ നയതന്ത്ര വിജയമാണെന്നും ഹോളിലാൻഡ് പിൽഗ്രിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചേർന്ന വിവിധ സാമൂഹ്യ സാംസ്കാരിക വാണിജ്യ സേവന യാത്രാ സംഘടനകളുടെ യോഗം വിലയിരുത്തി. സൊസൈറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ചെയർമാൻ ഷെവലിയർ സി ചാക്കുണ്ണി അധ്യക്ഷനായിരുന്നു. മുൻപ് ശ്രീനഗറും കാശ്മീരും സന്ദർശിച്ച സമയത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നുവെന്നും കാശ്മീരിന്റെ മനോഹാരിത ആരെയും ആകർഷിക്കുമെന്നും അദ്ദേഹം ഓർമ്മിച്ചു. ഭീകരാക്രമണത്തിന്റെ ഉറവിടം കണ്ടെത്തി ഉന്മൂലനം ചെയ്യാനുള്ള നടപടികൾ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയോടെ സ്വീകരിച്ചു വരുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ യോഗം സ്വാഗതം ചെയ്തു. ഭിന്നതകളെല്ലാം മറന്ന് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും സർക്കാരിന് പിന്തുണ അറിയിച്ചത് ജനങ്ങൾക്ക് സുരക്ഷാബോധവും ആശ്വാസവും നൽകുന്നതാണ്. ലോകരാഷ്ട്രങ്ങളുടെയും പാകിസ്ഥാനിൽ നിന്ന് പോലും ക്രിക്കറ്റ് താരങ്ങളുടെ പിന്തുണ നേടാൻ കഴിയുന്നത് ഭാരതത്തിന്റെ നയതന്ത്ര വിജയമാണെന്ന് യോഗം വിലയിരുത്തിയത്. കൗൺസിൽ കൺവീനർമാരായ AC ഗീവർ, ഷെവലിയർ അലക്സ് എം ജോർജ്, ട്രഷറർ CC മനോജ്, സിറ്റി മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി നോവെക്സ് മൻസൂർ CK, കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ജിയോ ജോബ്, റൊണാൾഡ് G, ശ്രീരസ് PP എന്നിവർ പങ്കെടുത്തു. ലോക സമാധാനത്തിനായി അന്ത്യം വരെയും പോരാടിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടിലും പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളോടുള്ള അനുശോചനം രേഖപ്പെടുത്തിയുമാണ് യോഗം ആരംഭിച്ചത്. MC ജോൺസൺ, ജോസി വി ചുങ്കത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് 2-ന് രാജ്യഭരണ കേന്ദ്രമായ ഡൽഹിയിൽ പാർലമെന്റ് മാർച്ചും ധർണയും നടത്തുമെന്ന് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം നിർവഹിക്കും. RJD നേതാവ് മനോജ് കുമാർ ധ MP, KP മോഹനൻ MLA തുടങ്ങിയവർ സംസാരിക്കുമെന്നും പ്രസിഡന്റ് C സുജിത്, CP രാജൻ, റീബ കൃഷ്ണകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള മാപ്പിള കലാ അക്കാദമി ഒരു വർഷമായി നടത്തിവരുന്ന സിൽവർ ജൂബിലിയുടെ സമാപന സമ്മേളനവും അവാർഡ് സമർപ്പണവും ഏപ്രിൽ 27-ന് ഞായറാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. സമ്മേളനത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ, അവാർഡ് സമർപ്പണം, സാംസ്കാരിക സദസ്സ്, ഇശൽ വിരുന്ന് എന്നിവ സംഘടിപ്പിക്കും. ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP സിൽവർ ജൂബിലി സമാപനം ഉദ്ഘാടനം ചെയ്യും. കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ്, തോട്ടത്തിൽ രവീന്ദ്രൻ MLA, ഡോക്ടർ MK മുനീർ MLA എന്നിവർ അവാർഡുകൾ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ കേരള മാപ്പിള കലാ അക്കാദമി ആക്ടിംഗ് പ്രസിഡന്റ് AK മുസ്തഫ, ജനറൽ സെക്രട്ടറി ആരിഫ് കാപ്പിൽ, ജൂബിലി കൺവീനർ PV ഹസീബ് റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ശരികളുടെ ആഘോഷം സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി എന്ന ശീർഷകത്തിൽ 2ാം ഘട്ട ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി SSF സ്ഥാപക ദിനത്തിൽ സംസ്ഥാനത്തെ 125 കേന്ദ്രങ്ങളിൽ ഡിവിഷൻ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് SSF സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. ഏപ്രിൽ ആദ്യവാരം തുടക്കം കുറിച്ച ലഹരി സൈബർ ക്രൈം വിരുദ്ധ ക്യാമ്പയിന്റെ 2ാം ഘട്ട പരിപാടികളാണ് ഇവ. വിദ്യാർത്ഥി സമ്മേളനങ്ങളോടനുബന്ധിച്ച് വിദ്യാർത്ഥി റാലികൾ എന്നിവയും നടക്കുമെന്ന് SSF നേതാക്കളായ ഡോക്ടർ അബൂബക്കർ T, ഷാഫി സഖാഫി, സൈഫുദ്ദീൻ, യൂസുഫ് സഖാഫി എന്നിവർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രമുഖ ചരിത്ര പണ്ഡിതനും അധ്യാപകനും എഴുത്തുകാരനുമായിരുന്ന MGS നാരായണന് വിട. കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ BJP നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല. ഇന്ത്യ നേരിടുന്ന സാമൂഹിക അസമത്വങ്ങൾക്കും സാമ്പത്തിക തകർച്ചയ്ക്കും പരിഹാരമായി സോഷ്യലിസത്തിൽ ഊന്നിയ പുതിയ സാമ്പത്തിക നയങ്ങൾക്ക് രൂപം നൽകണമെന്ന് പ്രൊഫസർ ആനന്ദകുമാർ. ദേശീയ പണിമുടക്കിന് മുന്നോടിയായി കോഴിക്കോട് സംയുക്ത ട്രേഡ് യൂണിയൻ
സർവീസ് സംഘടനാ സമിതിയുടെ കൺവെൻഷൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.